ഗേൾഫ്രണ്ട്സിന്റെ ഇഷ്യൂസ് ഇല്ല ഇല്ല, ഗേൾഫ്രണ്ട് ഇല്ല. നീ അന്ന് മാറ്റി മറിച്ച് ഇങ്ങനെ പറയണത്. സോറി, ഇന്റർവ്യൂ എടുക്കുന്നത് മറന്നു. ഇത് താങ്ങിയത് അല്ല, ലാലങ്കലിന് അത് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ലാലങ്കലിന്റെ പെർസ്പെക്റ്റീവ് ആണ്. അല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അറിയാം. ഇങ്ങനെയുള്ള എനർജറ്റിക് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. ബാക്കിയുള്ളൊക്കെ ഈ പറഞ്ഞ സെന്റിമെന്റൽ ടൈപ്പ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ये तो इस तरफ की छोटी छोटी बातें के लिए हंस रहा है, मेरे को पता नहीं है. പവിത്ര എന്ന് പറഞ്ഞ സിനിമയിൽ കള്ളുപിടിക്കുന്ന സീൻ, ചന്ദ്രപിരി ഞാൻ കള്ളുപിടിക്കുന്ന സീൻ. അപ്പൊ അതില് ശരിക്കും സ്ക്രിപ്റ്റേ ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല. അവിടെ പോയി ഇരിക്കുക, പരിപാടി പറയാം, അത്രേ ഉള്ളൂ. എന്താ ഇത്രയും കാലം ചെയ്യാത്തെന്ന് വെച്ചാല് നമുക്കൊരു സേഫ് സോൺ വേണ്ട ക്യാരക്ടർ വന്നാലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ഇവര് വന്നിരിക്കുകയാണ് വെച്ചാൽ ഇവർക്ക് ഫോട്ടോ എടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് ആള് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. പറഞ്ഞ് അത് സാറേ കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുന്ന. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊന്ന് എടുത്തിട്ട് പോയി. അല്ല, ഫോട്ടോ എടുത്തതിന് ശേഷം വെള്ളപ്പം കൊണ്ടുവന്നു. പിന്നെന്താ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദ് എയർപോർട്ടിൽ പാസ്പോർട്ടുമായി സംബന്ധിച്ച് രസകരമായ സംഭവം ഉണ്ടായി. ഒരാളുടെ കയ്യിൽ നിന്ന് 2ൽ കൂടുതൽ പാസ്പോർട്ടുകൾ പിടിച്ചു എയർപോർട്ട് അതോറിറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരെണ്ണം എൻ്റെ ഒറിജിനലാണ്, ബാക്കിയെല്ലാം ഞാൻ ബാക്കപ്പിന് വെച്ചിരിക്കുകയാണ് എന്നാണ്. ഈ വിധത്തിൽ രസകരമായ പാസ്പോർട്ടുമായി ബന്ധിപ്പിച്ച് ഒരുപാട് കഥകളുണ്ട്. ഇതിലെന്താണ് കാസർഗോഡ് എംബസി എന്ന സീരീസിൽ ഭാഗമാവുന്നത്? ചോദിച്ചറിയാൻ ആ സീരീസിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി എത്തുന്ന എല്ലാവരും എന്നോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. അങ്ങനെയുള്ള ഒരുപാട് കേസസ് ഉണ്ട്. അതായത് പാസ്പോർട്ടിൽ അച്ഛൻ്റെ പേരിന് പകരം ഗോഡ് എന്ന് എഴുതി. അപ്പോൾ എന്താ ഗോഡ് എന്ന് കാരണം ചോദിച്ചപ്പോൾ ഞാൻ ഓർഫനേജിലാണ് വളർന്നത്, ഞാൻ എൻ്റെ അച്ഛനായി കാണുന്നത് ദൈവത്തെയാണ്. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. ഈ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള തമാശകളൊക്കെ ഉണ്ട്. കാസർഗോഡ് എംബസി പ്രിസൈസിൽ എന്താ ഫോക്കസ് ചെയ്യുന്നത്? നീ അല്ല മ്യൂസിക് കളിച്ചാറ പറയേ. നടുവിലിരുത്തി എന്തിനാ അറിയോ? ഗോവിന്ദ് ഭായി പറയും. അതായത് എന്താ പറയണേ, ഇതേപോലെ പറഞ്ഞ പോലെ പാസ്പോർട്ട് പരമായിട്ടാണ് കാസർഗോഡ് എംബസി എന്ന് പറഞ്ഞാലും കള്ള പാസ്പോർട്ട്, അതാണ് മെയിൻ കാര്യം. അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്കില്ല. കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്നതാണ്. മെയിൻ കള്ളനാണ് തായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു കാസർഗോഡ് സ്ലാങ് മാസ്റ്റർ ചെയ്യുന്നൊരു? നമ്മുടെ ഒരു മറ്റേ ഡയറക്ടറിന്റെ തന്നെ ഫ്രണ്ടായിട്ട് ശ്രീജിത്ത് എന്നുള്ള പുള്ളിയുടെ സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡയറക്ടറും. ശ്രീജിത്ത് ഓരോ സീനിന് മുമ്പായിട്ടും അതൊരു നമ്മുടെ മലയാളം എഴുതുന്നതിനൊപ്പം തന്നെ കാസർഗോഡ് സ്ലാങ് അറിയാത്തവർക്ക് കാസർഗോഡ് സ്ലാങ്ങിന്റെ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തൂട്ട എന്നുള്ള സാധനം പോലെ തന്നെ എനിക്ക് വേഗം വായിക്ക് പകരം വേഗം ബാ അങ്ങനെ സാധനം പുള്ളി എഴുതി വെച്ചിട്ട് ചേട്ടാ നമ്മളെ കൊണ്ടത് വായിപ്പിച്ചിട്ട് പിന്നെ പുള്ളി ഇത് പറഞ്ഞു തരും. അങ്ങനെ അത് കാണാപ്പടം പഠിക്കുക, പിന്നെ നമുക്ക് അതിന്റെ ഇമോഷൻ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഡബ് വന്നപ്പോ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ അത് കുറച്ച് വേറൊരു ഭാഷ പഠിക്കുന്ന പോലെ തന്നെ അഭിനയിച്ച സമയത്ത് എന്തൂട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എപ്പോഴെങ്കിലും മാറ്റിയതാ ഇത് താങ്ങിയത്, അതൊക്കെ പറഞ്ഞു അഭിനയിച്ച സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഡബിലാണ് പഠിച്ചിട്ടുള്ളത്. അല്ല, ഷൂട്ടിന്റെ സമയത്ത് റോണിച്ചേട്ടന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ എങ്ങനെ ചിരിപ്പിക്കാം, ആളുകളെ കംഫർട്ട് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ. മറ്റേത് കിട്ടാത്തോണ്ട് അങ്ങനെ അങ്ങനെയല്ല. നമ്മുടെ മാർക്കോലെ കബീർജി ഉണ്ടല്ലോ, കബീർ സിംഗ്. അപ്പൊ ഇദ്ദേഹം നമ്മുടെ ഒക്കെ ഒരു ഷൂട്ടിന്റെ എൻഡ് പൊസിഷനാണ് മൂപ്പര് വരണം. അപ്പൊ ഞാൻ പുള്ളിയോടൊപ്പം പടം ചെയ്തിട്ടില്ല. ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് ഈ ഷോട്ടിൽ നമ്മൾ ഇപ്പൊ ജയതിച്ചേട്ടൻ നമ്മൾ പറയാത്ത സാധനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പോലത്തെ നമ്മൾ ഷോട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ആദ്യത്തെ ഷോട്ടിൽ ഇട്ടില്ല. റിഹേഴ്സൽ ഇട്ടില്ല. കബീർജി ഇട്ടില്ല. അപ്പൊ അത് ടേക്കിൽ ഇട്ടു. ഇട്ട സാധനം ഒരു പൊടിക്ക് കൂടിപ്പോയി. ഞങ്ങക്ക് തോന്നി, പക്ഷെ അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പൊ എന്ത് പറ്റി വെച്ചാല് ഇതിനിടയിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്യണത് ഞങ്ങളുടെ മേക്കപ്പിലെ തന്നെ ഒരു പുള്ളിയായിരുന്നു. മൂപ്പര് ആ ഒരൊറ്റ സീനിലേ ഉള്ളൂ. അപ്പോ മൂപ്പര് ഇവനെ നോക്കിയിട്ട് കളിയാക്കുന്ന സാധനമാണ്. അപ്പൊ എന്താ വെച്ചാല് മൂപ്പര് ഓൾറെഡി വളരെ വീക്കായിട്ടുള്ള ഒരാളാ. ഇവനെ നോക്കി കളിയെ കൂടി ചെയ്തപ്പോ എനിക്ക് സത്യം പറഞ്ഞ് ഇവന്റെ റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് സീനിൽ നിൽക്കുക, പക്ഷെ എന്റെ ബാക്കാ. അപ്പൊ എനിക്കിത് മൂപ്പര് ഈ കളിയെ കൊണ്ട് കണ്ടപ്പോ എനിക്ക് ചിരി വന്നു.
ഇപ്പൊ ചിരി വെച്ചിട്ട് എന്നെ കാണില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിരി പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ ഇവൻ ചിരിക്കാൻ തുടങ്ങി, ഗോവിന്ദ്. അപ്പൊ എന്നിട്ട് ഇവൻ എന്നെ നോക്കിയിട്ട് ഇവൻ ഇങ്ങനെ ചിരിക്കുക. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഭാഗ്യത്തിന് ഇവന് കാര്യമായിട്ട് ഹിന്ദിയിൽ പ്രാവീണ്യമില്ല ഗോവിന്ദിന്. അപ്പൊ കബീർജിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചാണ്. എന്നോട് ചോദിച്ചു ക്യോ അസ്രയോ ആപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പത്താ നെയ് ये लोग ये तो इस तरफ की छोटी छोटी बातें के लिए हंस रहा है, मेरे को पता नहीं. what is the need for you to laugh? I don't know. അപ്പൊ ഗോവിന്ദ് ചേട്ടാ പറയട്ടെ, ചേട്ടൻ ചിരിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത്, എന്താട്ടാ പറയാത്ത? ഞാൻ പറഞ്ഞു കോയി പ്രോബ്ലം നെയ് ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഇവനത് പറയണമെന്നുണ്ട്, ഞാനാണ് ചിരിപ്പിച്ചെന്നുള്ളു. പക്ഷെ അത് പറയാനുള്ള പ്രാവീണ്യം ഇവനില്ലാത്തതുകൊണ്ട് ഞാൻ ഭാഗ്യത്തിന്റെ ജീവനോടുകൂടി ഉണ്ടെന്ന്. അബുസലിം എങ്ങനെ ഉണ്ടായിരുന്നു കബീറായിട്ടുള്ള ഇന്ററാക്ഷൻ? കൂട്ടത്തിൽ ഹിന്ദി കുറെ കൂടി അറിയണത് ചിലപ്പോ അബുലായിരിക്കും. അതെ, പക്ഷെ പറയാറില്ല. നമ്മൾ മൂന്നുപേരും ഒന്നിച്ചുണ്ടായിരുന്നു, അതല്ലാത്ത വേറെ സീൻസ് ഇല്ല. ഇവന്റെ ഉണ്ടായിരുന്നു, എന്റെ പറഞ്ഞാൽ ഒന്നിച്ചുണ്ടായിരുന്നു. നമ്മുടെ സീനിന്റെ കാര്യം പറയണം. അതായത് നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള സീനിന്റെ കാര്യം പറയും. അതന്നെ ഞാന് ഗോവിന്ദ നമ്മൾ എങ്ങനെ മാറിയിരുന്നാലും ഇറങ്ങി തിരിഞ്ഞ് റോണി അവനെ അടുത്തന്നെ പിടിച്ചിരുത്തി. ഭയങ്കര സിംഗല്ലേ, സിങ്ക് പേടിപ്പിച്ച് അതാണ് സിങ്ക്. ഗോവിന്ദ് ഭായിയുടെയും റോണി ചേട്ടന്റെയും കാസർഗോഡ് സ്ലാങ്ങിന് അബുസലിം എത്ര മാർക്ക് ഇടും 10-ല്? അല്ല, ഇവര് സ്ക്രിപ്റ്റില് ഇപ്പൊ ഫസ്റ്റ് ആദ്യമായിട്ടുള്ള സ്ക്രിപ്റ്റില് കൊച്ചിക്ക് വരുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റിൽ അല്ല മിഡിൽ വരെ ലൈക്ക് പ്രോപ്പർ കാസർഗോഡാ സ്ക്രിപ്റ്റില് എഴുതിയിട്ടുള്ള. അപ്പോ അതില് എല്ലാം പിടിച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ള, അല്ലാത്ത അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും പോയിട്ടില്ല. മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും. ഇദ്ദേഹത്തിന് എന്താ മാർക്ക് കൊടുക്കും കാസർഗോഡ് സ്ലാങ് പറഞ്ഞതിൽ 10-ല്? എടുത്ത എഫേർട്ടില് 10 തന്നെ കൊടുക്കണം. ഓ അതടുത്തിരിക്കണമുണ്ട് ഗോവിന്ദിനോ? ഗോവിന്ദിന് കുറച്ച് കൊടുക്കണം. ഗോവിന്ദ് ഇത് അത്ര എഫേർട്ട് ഒന്നും എടുക്കില്ല, വലുതായിട്ട് മേക്കപ്പ് ചെയ്തു എല്ലാം ഡബില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെന്റാലിറ്റിയാ. ഗോവിന്ദ് എങ്ങനെയുണ്ട് കുറെ കാലത്തിന് ശേഷം ഒരു ഷൂട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു? ഗോവിന്ദിനോട് ആളുകൾ കടയിൽ വരുന്ന കുറെ ആളുകൾ ചോദിക്കേണ്ടായിരിക്കും എന്നാ ഇനി അടുത്ത വർക്ക് എപ്പോഴാന്നൊക്കെ ചോദിക്കേണ്ടായിരിക്കും. അവർക്കൊരു മറുപടി ആയിരിക്കുമോ കാസർഗോഡ് എംബസി? തീർച്ചയായും. അപ്പൊ എന്താ ഇത്രയും കാലം ചെയ്യാത്തെന്ന് വെച്ചാല് നമുക്കൊരു എന്താ പറയണേ, നമുക്കൊരു സേഫ് സോൺ വേണ്ട ക്യാരക്ടർ വന്നാലേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം ഇത്രയും ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഒരിക്കലും പേര് കളയരുത്. അപ്പൊ അതിനുവേണ്ടി നമ്മള് നല്ല ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നല്ല ക്യാരക്ടർ വന്നു, ഇത് ചെയ്തു. ദിവിക്രമ്പോൾ രണ്ടാമത്തെ സീരീസ്, ആദ്യത്തേത് അങ്ങനെ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പോലെ ഷൂട്ട് ചെയ്ത് സീരീസ് ആക്കി ഇറക്കിയെന്നാണ് എന്റെ അറിവ്. അല്ല, സീരീസ് ആയിട്ട് സ്ട്രീമിലായിരുന്നു ആദ്യം സ്ട്രീം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. ഒരു 11 എപ്പിസോഡ്സോളം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 എപ്പിസോഡ്സേ ഉള്ളൂ ഇതില് യൂട്യൂബില്. അത് പിന്നെ പ്രൊഡക്ഷൻ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇതിലൊരു നോൺസെൻസ് പോലീസ് ഓഫീസർ ആണോ? അതായത് വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനത്തെ പോലീസ് ഓഫീസർ? അൻപുചെൽവം IPS ഒക്കെ ഇല്ലേ? അല്ലല്ല, അത് വെട്ടൊന്നും മുറി രണ്ട് ഇല്ല, തോക്കൊണ്ടാണ് പരിപാടി മൊത്തം. ഓ ശുദ്ധാഹ്യം മരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. വിവേക് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ പറഞ്ഞ പോലെ കാസർഗോഡ് സ്ലാങ് ഒന്നുമില്ല. പുറത്തുനിന്ന് വന്ന ഈ NIA ഒക്കെ പോലെയുള്ളൊരു ഏജൻസിന്ന് വരുന്നൊരു ഓഫീസറായിട്ടാണ്. പിന്നെ ഈ കാസർഗോഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഡീപ്പർ സൈഡില് ഇപ്പം നമ്മള് ദുബായിലൊക്കെ ചില ആൾക്കാർ ഈ ഞാൻ പോയ സമയത്ത് പറയുന്നുണ്ട് കാസർഗോഡ് പാസ്പോർട്ട് പരിപാടികൾ, അങ്ങനെ പാസ്പോർട്ട് ഫോർജറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കാസർഗോഡിന്റെ ഉള്ളില് കുറെ കളികള്. പിന്നെ നമ്മള് ചില വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത വീടിന്റെ അല്ലാതെ വേറൊരു വീടിന്റെ അടുത്തുള്ള അവരെ ചെറിയ വീടാണ്, പക്ഷെ അവരെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ബിസിനസ്സുകളാണ്. അത്രയും ഫണ്ട് ഫ്ലോ ഒക്കെ ഉള്ള ഒരുപാട് അങ്ങനെ കുറെ ഡീപ്പർ സൈഡിൽ കുറെ കാര്യങ്ങളും കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് കാസർഗോഡ്. അല്ലാത്ത നല്ലൊരുപാട് ഏരിയ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഈ കാസർഗോഡ്. അങ്ങനെയും പറയാം. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ശാന്തമായിട്ട് നിൽക്കുന്ന പോലെ അല്ല ഉള്ളിൽ ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ബന്ധപ്പെട്ടുള്ളൊരു ഇത്രയും പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണോ എല്ലാ സിനിമകളിലും വേഷങ്ങൾ ചെയ്യാൻ? വെബ് സീരീസ് ആയിട്ട് ഒത്ത ആവശ്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, സുധീഷേട്ടാ ആദ്യത്തെ സീരീസ് അല്ലേ? വെബ് സീരീസിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു സമയത്ത് നമ്മള് ഒരു പ്രൈവറ്റ് കോൺവെർസേഷനിൽ കുറെ സീരീസുകളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് അഡോളസൻസിനെ പറ്റിയിട്ടൊക്കെ അന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഒരു സീരീസിൽ അഭിനയിക്കുന്നതിന്റെ പ്രതീക്ഷകൾ എത്രമാത്രം ഉണ്ട് ഇതിന്റെ ഔട്ട് കാണുമ്പോ?
അല്ല സീരിയസിൽ അഭിനയിക്കുക എന്നുള്ളതല്ല, നല്ല കഥാപാത്രങ്ങൾ നല്ല സീരിയസിൽ ചെയ്യാന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ വെബ് സീരീസ് പറഞ്ഞ ഹോളിവുഡ് അതൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. ചിന്തിക്കാൻ പറ്റില്ല. ഗെയിം ഓഫ് ത്രോൺസ് ആണ് നമ്മൾ. അതെ അതെ, അതിനെപ്പറ്റി അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അവിടെ. മലയാളത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ്, ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിന്റെ സ്ലാങ് ആണ്, കാസർഗോഡ് സ്ലാങ് എന്നുള്ളതാണ്. കാരണം എനിക്ക് ഈ ഡിഫറെന്റ് സ്ലാങ്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു കോഴിക്കോട്ടുകാരനാണെങ്കിലും ആ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള സ്ലാങ് ഉള്ള സിനിമകൾ ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. അപൂർവം. അതത്ര എന്താ പറയുക, അങ്ങനെ അങ്ങോട്ട് അറിയില്ല ആൾക്കാർ. മാത്രമല്ല ഞാൻ പലരും വിചാരം ഞാൻ കോഴിക്കോടല്ല വേറെ സ്ഥലത്താണ് താമസിക്കുന്നതാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും ട്രിവാൻഡ്രത്താണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലാങ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു, സീൻ അയച്ചു തന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എങ്ങനെ പറയാമെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. കാസർഗോഡ് സ്ലാങ് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് വായി തോന്നി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി റെഫർ ചെയ്ത് ചില 1-2 സിനിമകളുണ്ട്, നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള 1-2 സിനിമകളൊക്കെ റെഫർ ചെയ്തു. അപ്പോൾ അത് നോക്കി. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ പഠിച്ച് വെച്ച്. കാരണം എന്താ, കുറച്ച് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം അവിടെ പോയിട്ട് നമ്മൾ ഇമോഷൻ നമ്മൾ കൺവേ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ബൈഹാർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻ കൂടാൻ കൊടുക്കാം. മറ്റേ നമ്മൾ സ്ലാങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത് പുള്ളി കാസർഗോഡുകാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സിനിമയിൽ കണ്ടത് അങ്ങനെയല്ല, വ്യത്യാസമുണ്ട് കുറേ കാര്യങ്ങൾ. ഒറിജിനൽ വരുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ ഓരോ കഥാപാത്രങ്ങൾ കാസർഗോഡ് തന്നെയുള്ള പല കഥാപാത്രങ്ങളും പറയുന്ന രീതികളിൽ വ്യത്യാസങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് പിന്നെ അത് പഠിച്ചിട്ട് ചെയ്യുന്നത്. അതൊക്കെ ഒരു രസമായിരുന്നു, ത്രില്ലിംഗായിരുന്നു. ഈ സ്ലാങ്ങിലെ ഇമോഷൻ കൺവേ ചെയ്യുമ്പോൾ പണ്ട് ഇപ്പൊ ഒരു സിനിമയിലത്തെ ഒരു കഥാപാത്രം പറയുന്നത് ഒരു സ്ലാങ് ആണെങ്കിൽ പെട്ടെന്ന് അയാൾ ഇമോഷനിലേക്ക് സ്വിച്ച് ചെയ്താൽ പിന്നെ അവിടെ അച്ചടി മലയാളം കയറി വരും. പലപ്പോഴും അങ്ങനത്തെ അവസ്ഥകളുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹെഡ് മാഷ് പഠിപ്പിച്ചത് ഞങ്ങൾ അങ്ങനെയല്ല. ഇവിടെ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ പറയുന്നത് വെച്ചാൽ അതെന്താണോ അതിന്റെ കണ്ടിന്യൂറ്റി അതനുസരിച്ച് മുമ്പോട്ട് തന്നെ പോകുന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായി. രാജമാണിക്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂപ്പര് മറ്റേ എന്നാലും നീ വന്നതിൻ്റെ അടുത്ത് പറഞ്ഞു കളഞ്ഞല്ല എന്റെ ഇടത് ഭാഗം കാണാൻ പറ്റത്തില്ലെന്ന്. ഒരിടെ എന്തോ അപ്പൊ ശരിക്കും പറഞ്ഞ പുള്ളി ആ സ്ലാങ്കിൽ തന്നെ പറഞ്ഞ പുള്ളി അവിടെ നിന്ന് എക്സിറ്റ് അടിക്കണത്. മനോജന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗില് പുള്ളി ആ സ്ലാങ് തന്നെ അതേ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. ആ സമയത്ത് മാത്രം ട്രിവാൻഡ്രം കട്ട് ചെയ്തിട്ട് പ്രാദേശികത്വം പിടിക്കാതെ നോർമൽ മലയാളം അല്ല പുള്ളി പറഞ്ഞത്. അതെ 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 അതെ. കളങ്കാവിൽ അദ്ദേഹം സംസാരിക്കുന്ന ഉദ്യോഗസ്ഥര് സംസാരിക്കുന്ന ഒരു സ്ലാങ് ആണല്ലോ. നമുക്ക് ഓഫ് ആണല്ല, അങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. അതും ഒരു വ്യത്യാസം, ശ്രമമുണ്ട് അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ട്. അതിലൊരു ചെറിയൊരു തലോടൽ മാത്രമേ ഉള്ളൂ അല്ലെ? മാർത്താണ്ഡം അല്ല? അതെ, മാർത്താണ്ഡം ബോർഡറിലാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ കാസർഗോഡ് ഭാഷയിലൊന്ന് ഇമോഷണൽ ആവണം, അല്ലെങ്കിൽ കാസർഗോഡ് ഭാഷയിൽ ഞെട്ടണം. അപ്പൊ അതിനൊക്കെ എങ്ങനെയാ സ്ക്രിപ്റ്റിലുണ്ട്? കാസർഗോഡ് ഭാഷ ഞെട്ടാനോ? ഞെട്ടലല്ല, അതായത് ഒരു രീതിയൊക്കെ ഉണ്ടാക്കുമ്പോ കാസർഗോഡ് ഭാഷ ഞെട്ടും. ഓ അങ്ങനെ. ഏറ്റവും പ്രിയപ്പെട്ട വെബ് സീരീസുകൾ ഏതൊക്കെയാ? വെബ് സീരീസ് എന്ന് പറയുമ്പോ ആദ്യം കണ്ട വെബ് സീരീസ് അങ്ങനെ ഓർമ്മയിൽ ഏതാ വരുന്നത്? ഒരുപാടുണ്ട്. ഇപ്പൊ ആദ്യം കണ്ടത് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് നാർക്കോസാണ്. ഏത്? നാർക്കോസ് അതാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. പക്ഷെ അത് അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ. പക്ഷെ എനിക്കത് മറ്റെന്താ പറയുക, എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് വെച്ച് ഞാനും 2019 വർഷം വെബ് സീരീസിന്റെ പരിപാടി തുടങ്ങി. എനിക്ക് ഒരുപാട് കാലം ആൾക്കാർ തുടങ്ങിയവരുണ്ട്. ഞാൻ മുള്ളേരിയിൽ ഇതുപോലെ തന്നെ എനിക്ക് കാസർഗോഡ് ഭയങ്കര പ്രിയപ്പെട്ടത്. കാരണം ഞാൻ ചെയ്തിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പടങ്ങളുടെ ബ്ലോക്ക് ബസ്റ്ററാണ്. കണ്ണൂർ സ്ക്വാഡ്, ഉണ്ട, പിന്നെ ഒരു പടം നമ്മൾ വിചാരിച്ചത്ര പോയില്ല, പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ബാക്കിയെല്ലാം നമ്മൾ കാസർഗോഡ് ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം പാമ്പള്ളി എന്നുള്ള സംവിധാനം ഒരു പടം ചെയ്തിരുന്നു. അതും മിസ്റ്റാവില്ലേ അത്. പിന്നെ ഇതാണ്. അപ്പോൾ നമുക്ക് കാസർഗോഡ് ഒന്നും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. പിന്നെ ആൾക്കാര് ഞാൻ പറയുന്നത് തന്നെ, ഞാൻ ഉണ്ട മൂവി ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് മുകളിലുള്ളത് ഒരു ഇതിലടാ ഹോട്ടലിലടാ മുകളിലേക്ക് കയറിട്ടട ഭാഗത്തേക്ക് പേര് പറഞ്ഞുപോയി. അപ്പൊ അവിടെ പയ്യൻ നമ്മുടെ പ്രൊഡക്ഷൻ ഫുഡിന് പുറമെ തന്നെ ഇവൻ എനിക്ക് എല്ലാ ദിവസവും 2 വെള്ളയപ്പം ചിക്കൻ്റെ കറിയും കൊണ്ടുവരും. അപ്പൊ അത് അന്നത്തെ റേറ്റ് വെച്ചിട്ട് 150-200 രൂപയുണ്ട്. ഇവരുടെ 50 രൂപ വാങ്ങുള്ളൂ. റൂമിൽ കൊണ്ടുവരും. റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കുഴപ്പമില്ല സാർ, നിങ്ങൾ കഴിക്കുക, നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര. അപ്പൊ നമ്മൾ വർഷപ്രതിനായിട്ട് ഇത് കഴിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവൻ്റെ അവസാനം സ്നേഹം കാണിച്ച പണിയൊന്നല്ല അവൻ്റെ. സാറേ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ രാത്രി വരുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന്. അപ്പൊ ഞാൻ രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ വരണതേ 10 മണിയാണ്. ഒരു 10:30 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1:30 മണിക്ക് വന്നിരിക്കുകയാണ് ഒരു ഗ്യാങ് ഫുൾ ആൾക്കാർ. ഇവരെ ടർഫിലൊക്കെ പോയി കളിച്ചിട്ട് അവരെല്ലാരും കൂടി ഇവന്റെ ഫ്രണ്ട്സാണ്. അപ്പൊ ഇവര് വന്നിരിക്കുകയാണ് വെച്ചാൽ ഇവർക്ക് ഫോട്ടോ എടുക്കണം.
അപ്പൊ ഞാൻ ചോദിച്ചത് ആള് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ, ഈ 1.5 മണിക്ക് ഫോട്ടോ എടുക്കാൻ മാത്രം പറഞ്ഞ് അത് സാറേ കുഴപ്പമില്ല നിങ്ങൾ എടുക്കുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊന്ന് എടുത്തിട്ട് പോയി. അപ്പൊ അങ്ങനെ എനിക്ക് കാസർഗോഡിനെ കുറിച്ച് എപ്പോഴും ഭയങ്കര ഫോട്ടോ എടുത്തതിന് ശേഷം വെള്ളപ്പം കൊണ്ടുവന്നു പിന്നെ തന്നു അങ്ങനെ പോകുന്നത് നമ്മള് ലാസ്റ്റ് ദിവസം വരെ തന്നെ. അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കര വെള്ളയപ്പ ബന്ധം. വെള്ളയപ്പം എന്തെന്ന് മാത്രമല്ല, കുറച്ചും കൂടി നമ്മൾ പറയില്ലേ, അത് ഭയങ്കര ഒട്ടും ഫേക്ക് അല്ലാതെ കാര്യങ്ങൾ നടക്കേണ്ടി മാത്രം ഉള്ളൊരു ബന്ധമല്ല അത്. അങ്ങനെ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ സലീം, ഈ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഫാൻ ബേസും അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർ ഇമേജും ഒക്കെ സിനിമകൾ കിട്ടാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? ഇല്ല, അത് ഓഡിയൻസ് വേറെ, രണ്ടും വേറെ. ലൈക്ക് ഉണ്ടാവും. എൻ്റെ ഇപ്പൊ ഒരു ഫോളോവേഴ്സിൽ എല്ലാവരും ആയിട്ടുണ്ടാവില്ല, എന്തായാലും ചെറിയൊരു പെർസെൻറ്റേജ് നല്ല സിനിമയായിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഓഡിയൻസ് ലൈക്ക് സിനിമയുടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പാ ഓഡിയൻസ്. റീൽസ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് 30 സെക്കൻഡ്സ് അതിലുള്ള ചെയ്യുമ്പോൾ അത് വെച്ചിട്ടേ ജഡ്ജ് ചെയ്യുള്ളൂ. പക്ഷെ സിനിമ പറയുമ്പോൾ ത്രൂ ഔട്ടില്ലേ, അങ്ങനത്തെ ഡിഫറൻസാ. ഈ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫാൻ ഫോളോയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഇപ്പം അവിടെ നിന്ന് ആരെങ്കിലും, അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ആളുകളൊക്കെ കൂടി ഒരുമിച്ച് ഒരു സിനിമ സംഭവിക്കുക, സിനിമ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക, അങ്ങനത്തെ ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആലോചന ഉണ്ടായിട്ടില്ല. പറഞ്ഞു തന്നത് എന്റെ ടോൺ മാറിപ്പോയി. ആലോചന ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ആലോചന ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങള് റീൽ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്ത് കൃത്യമായിട്ട് സ്റ്റണ്ടൊക്കെ പെർഫോം ചെയ്ത് സ്ലോ മോഷൻ ഒക്കെ ചെയ്ത് അപ്പൊ നോർമലി നാച്ചുറലി അങ്ങനെ വരുമല്ലോ നമുക്ക്. പിന്നെ നമുക്കൊരു ഓൺ ഇൻഡിപെൻഡന്റ് സിനിമ ഇതാകുമ്പോ വലിയ ടീംസ് വേണ്ട, ഇതാകുമ്പോ ചെറുതായിട്ട് എഫേർട്ട് വേണം. പക്ഷെ ക്രൂ ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും എല്ലാം ഒതുങ്ങും അവിടെ. അല്ല മൂപ്പര് അങ്ങനെ ചെറുതാണെങ്കിൽ പോലും ചെറിയ സംരംഭം കുറച്ചും കൂടി ഇതേപോലെ തന്നെ ഷോർട്ട് ഡിവിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അതിന്റെ തന്നെ എക്സ്പയർഡ് പ്രശ്നമാണല്ലോ സിനിമ. അപ്പൊ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് നടക്കണ്ടോ അല്ലെങ്കിൽ നടത്താൻ താല്പര്യം ഉണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? അതെ, താല്പര്യം വെച്ചാൽ എന്തായാലും ഉണ്ടാവും. ബട്ട് അവിടെയൊക്കെ തോട്ട്സ് പോകുമ്പോ അതൊരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ആവുമ്പോ പിന്നെ ഇത് തന്നെ ചിന്തിക്കാറില്ല. ഇതിൽ തന്നെ ഇപ്പൊ എന്താ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കണേ? ഇപ്പൊ പേഴ്സണലായിട്ട് കുറച്ച് പ്രോബ്ലംസ്. അങ്ങനെയൊക്കെ ബ്രേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ബ്രേക്ക് എടുക്കില്ല ആളുകള്. അല്ല ഞാൻ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ബ്രേക്ക് എടുക്കണമെന്ന് എനിക്ക് അറിയണ്ടാവില്ലല്ലോ. അല്ല ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനത്തെ ഇതല്ല, ലൈഫിന്റെ. ഗേൾഫ്രണ്ട്സിന്റെ ഇല്ല ഗേൾഫ്രണ്ട് ഇല്ല. അന്ന് മാറ്റി മറിച്ച് ഇങ്ങനെ പറയണ. സോറി ഇന്റർവ്യൂ എടുക്കുന്നത് മറന്നു. ഇല്ല, അബുസലീം കുറെ കാലമായിട്ട് പ്രണയമില്ലാത്തൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് ഞങ്ങളോട് പറയണത് അങ്ങനെയാ. ഇല്ല അതെ, അന്നും അതായത് പണ്ട് നമ്മുടെ ഫ്രൈഡേ ഫിലിംസിന്റെ കൺസിസ്റ്റന്റ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള ഒന്നുമില്ലടാ, കൺസിസ്റ്റന്റ്ലി ഡിസോണസ്റ്റ്. എന്താ പറഞ്ഞ സുധീഷയുടെ കഥാപാത്രത്തിന്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് റസാഖ്. വാവ്. ഏകദേശം മനസ്സിലായില്ല എന്താണ് ചെയ്യുന്നുള്ള കാര്യം. ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ മൊത്തം പാസ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിലും ബാക്കിയുള്ള. പക്ഷെ പാസ്പോർട്ടിലേക്ക് അങ്ങോട്ട് അത്ര ഹൈ ലെവലിലേക്ക് ഒന്നും പുള്ളി എത്തിയിട്ടില്ല, ആ റേഞ്ചിലേക്ക് പോയിട്ടുള്ള ആളല്ല. പുള്ളി പറഞ്ഞ പോലെ എന്താ പറയാ, സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആധാർ കാർഡ് അങ്ങനെയുള്ള പരിപാടികൾ, കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ രേഖകൾ, വില്ലേജ് ഓഫീസർ രേഖകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കും. ഈ ധീരന്റെ ക്യാരക്ടർ ഇപ്പൊ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റ് മുമ്പ് ചെയ്തിരുന്ന അനിയൻ വേഷങ്ങളിൽ നിന്നൊക്കെ വെച്ച് കുറച്ചുകൂടി ഒരു സന്തോഷവും കുറച്ചുകൂടി ഒരു ജോഷും അനുഭവിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള എനർജറ്റിക് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. കാരണം നമ്മളെ ബാക്കിയുള്ളൊക്കെ ഈ പറഞ്ഞ സെന്റിമെന്റൽ ടൈപ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ രീതിയിൽ. ജെന്യൂൻ ആയിട്ട് ഫീൽ, അതൊക്കെ വേറെ തന്നെ ആക്ടിങ്ങിന്റെ വേറൊരു രീതിയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ അധികം ചെയ്യാത്തൊരു ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളത് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ധീരന്റെ കഥാപാത്രമൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലത്തെ ഒരാളെ ഞങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക് പരിചയം അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറിയാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ടുള്ള സംഭവം പറയുന്നുണ്ട്. ഞാനിങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വെച്ചിട്ട്, പരിചയപ്പെട്ടവരൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കൂടെ നടക്കുന്നല്ല പറയുന്നത്, ചിലരെ കാണുമ്പോൾ നമുക്ക് അറിയാലോ ഇയാൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അത് ജോപ്പനാണല്ലോ എന്ന് പറയുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
അപ്പൊ ഈ അവരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇയാളുടെ ഒരു മാനറിസം ഇത് നമുക്കൊരു പടത്തിൽ ഉപയോഗിക്കാന്ന് വെച്ചാൽ അപ്പൊ തന്നെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുവോ? മൈൻഡ് രജിസ്റ്റർ ചെയ്ത് വെക്കും. ആ. പക്ഷെ എന്ന ഡയറക്ടർ പറയുന്ന പോലെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഏകദേശം ഡയലോഗ് മോഡുലേഷനും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു തരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ അതിലേക്ക് ആ വേഷക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അങ്ങനെ മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ഏത് വേഷമാണെങ്കിലും പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ ഒരു പോലീസുകാരനെ നമുക്കിന്നൊരു ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ വരും. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആ ഖദറ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെന്നുള്ള സംഭവം നമ്മൾ അറിയാതെ മനസ്സിലേക്ക്. അതേ സമയത്ത് വളരെ എന്താ പറയാ ദാരിദ്ര്യം പിടിച്ച ഒരാളാണെങ്കിൽ പാവപ്പെട്ട ഒരാളാണെങ്കിൽ ആ വേഷത്തിലും ഒക്കെ തന്നെ നമ്മളെ ഇതില് വരും എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിലുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് നമ്മൾ അറിയാതെ നമ്മൾ അഭിനയത്തിൽ വന്നു പോവാ സംഭവിക്കാറുള്ളത്. ദീപക് അങ്ങനെയുണ്ടോ? അപ്പൊ സ്റ്റിഫ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് പോലീസുകാരന്റെ അവരുടെ ഒരു കൈൻഡ് ഓഫ് അവർ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, അത് ഇട്ട് ഇങ്ങനെ തോക്കൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരു പോലീസ് ഓഫീസറാണ്, ആ ഒരു വൈബിലേക്ക് എത്തുമോ? വെറുതെ ഒരു സാധാരണ തോക്ക് പിടിച്ച് കൊല്ലോ നമ്മൾ അല്ല ഉറപ്പായിട്ടും അതിൽ എഴുതി വെച്ച ഡയലോഗ്സുകളും ഈ പറയുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. നമുക്ക് ഫീൽ ചെയ്യണോ നമ്മൾ ചെയ്യുന്നത്. നമ്മളും അത് കറക്റ്റ് ഫീൽ ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു 10% എങ്കിലും ആൾക്കാർക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. അങ്ങനെ ഇപ്പൊ ഡേവിഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മൾ ഒരു കാര്യം സ്പോട്ടിൽ ടേക്കിൽ പറയാത്ത കാര്യം, ഐ മീൻ റിഹേഴ്സലിൽ നമ്മൾ ചെയ്യാത്ത കാര്യം ടേക്കിൽ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ഇപ്പൊ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിനുണ്ടാവുന്ന വേറെ രീതിയിലുള്ള ബൈ പ്രോഡക്റ്റുകളൊക്കെ സംഭവിക്കാമല്ലോ. ഇതിനിപ്പോൾ രണ്ട് രീതിയിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ടർ ലാല് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും റിഹേഴ്സലിൽ കാണിക്കാത്തത് ടേക്കിൽ കാണിക്കരുത്, അതൊരിക്കലും വലിയ അതിബുദ്ധിയൊന്നുമല്ല. മറ്റ് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ജഗത് ചേട്ടനൊക്കെ അത് ചെയ്യുമ്പോൾ അത് ഞാനൊരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് എടുക്കുന്നത് എന്നൊക്കെ കൽപ്പന ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുക? നമ്മള് അത്രയും പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെ എന്ത് തോതിലും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ ഇയാൾ എന്ത് തന്നാലും അല്ലെങ്കിൽ ഞാൻ എന്ത് കൊടുത്താലും ഇയാൾ തിരിച്ചു തരുമായിരിക്കും, അപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ ഈ പറഞ്ഞതിൽ തന്നെ ഒരു മാറ്റിവെക്കുന്ന ഒരു പ്രതിഭയാണല്ലോ. പിന്നെ ഏതാണ് ഈ ക്യാരക്ടർ, അയാൾക്കാണോ ഡോമിനൻസ് കൂടുതൽ, എനിക്കാണോ ഡോമിനൻസ്, നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ തിലകൻ ചേട്ടനാണ് തിലക്കത്തിൽ ഒരു എൻഡ് മുതൽ എൻഡ് വരെ തിലകൻ ചേട്ടൻ ഡോമിനേറ്റ് ചെയ്യണത്. പക്ഷെ അവസാനം പോടം മത്തങ്ങത്തല എന്ന് പറഞ്ഞിടത്ത് മൊത്തം പരിപാടി മാറുകയാണല്ലോ. ആ സ്കോർ ആ ഏരിയ ഫുൾ ആൻഡ് ഫുൾ സ്കോർ ഇരിക്കുന്ന പുള്ളിയാണ്. ലോട്ടറി ടിക്കറ്റ് അടിച്ച് പുള്ളി ബോധം കെട്ട് വീണ് പുള്ളി ഓടിയെന്ന് തെറി വരണം പുള്ളിക്കാണ്. അപ്പൊ ഇത് മൊത്തത്തിലുള്ള ഒരു പ്ലേയിൽ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്. അതും ഉണ്ടല്ലോ ഇതിനകത്ത്. കാരണം നമ്മൾ നമ്മുടെ ക്യാരക്ടർ വിട്ടിട്ട് നമ്മൾ അവിടെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ മോണ്ടറിനെ പറയുന്ന ആളെ ഡയറക്ടർ അല്ല, അങ്ങനെ ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ലാലങ്കളിന് അത് മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ലാലങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്. അല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് അറിയാം. ഇപ്പൊ നമ്മള് ചില സാധനം ചെയ്യുമ്പോൾ നമ്മൾ ചില 1-2 സാധനങ്ങൾ നമ്മൾ അറിയാതെ, ഇപ്പൊ നമ്മുടെ ഇടയിൽ തന്നെ ഞാനൊരു കൂടുതൽ സീനില് ഒരു ബന്ധമില്ലാത്തൊരു പരിപാടി നമ്മള് വെറുതെ പറഞ്ഞു പോയിട്ട് ഒരിടയ്ക്ക് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇവനൊരു കാര്യമില്ലാണ്ട് ഒരു ഉണക്കമീൻ കടന്നു ചോദിക്കും, ഏട്ടാ ഇതെന്ത് മീന്? ഇത് ഗപ്പി. വാ അവിടെ മീൻ പേര് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞ സാധനമാണ് ഗപ്പി. ഗപ്പിയാ നിബന്ധ എന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ പോകുന്നുണ്ട്. നമ്മളിപ്പോ ആ ടൈമിൽ എന്ത് തോന്നുന്നു നമ്മളിപ്പോ ഇവനും പ്രിപ്പയർഡ് അല്ല ഞാനും പ്രിപ്പയർഡ് അല്ല. അങ്ങനെ ഒരു സാധനം അവൻ അവിടെ എഴുതിയിട്ടില്ല. ചില സന്ദർഭത്തിൽ അത് ഓക്കെയാണ്. സുധീഷ് ചേട്ടൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? കാരണം സീനിയർ ആക്ടേഴ്സിനോട് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടല്ലോ സാർ, അമ്പിളിച്ചേട്ടൻ അവരൊക്കെ. അപ്പം അവര് പലപ്പോഴും റിഹേഴ്സൽ കാണിക്കാത്ത പല കാര്യങ്ങളും ടേക്കിൽ കാണിക്കുക, അതിനപ്പോ അതൊരു സ്വയം പ്രിപ്പറേഷൻ ആയിട്ടാണോ എടുത്തിട്ടുള്ളത്? അതിനെങ്ങനെയാ നോക്കിക്കൊണ്ട്? റിഹേഴ്സൽ കാണിക്കാത്തത് അമ്പിളിച്ചേട്ടനാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. സന്ദർഭങ്ങളിൽ നിൽക്കേണ്ട വന്നിട്ടുണ്ടോ? അതെ, പിന്നെ ഞാൻ കോമ്പിനേഷൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അങ്ങോട്ടൊന്നും അങ്ങനെ കൗണ്ടറൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം ചെയ്യുന്നു, അത് ഓക്കെ, നമ്മൾ അറിയാൻ ചില റിയാക്ഷൻ നമ്മളത് വരുമല്ലോ. അതല്ലാതെ വേറൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളിയുടെ എന്താ ഏരിയയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോമഡി മിക്കവാറും ലാസ്റ്റ് ആയിരിക്കും പുള്ളി എന്തെങ്കിലും സാധനം ഇട്ടിട്ട് പോവാം. സീൻ്റെ എൻഡിലായിരിക്കും പ്രത്യേക സാധനം ഇട്ടിട്ട് പോവാം. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിരി വരാതിരുന്നാ മതി. ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റീടേക്ക് ചെയ്യണ്ടേ. അപ്പൊ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. വിളിച്ചേട്ടൻ വീണ്ടും റീടേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ചിരിക്കുന്ന ഒരു സാധനമാണ് പുള്ളി കിട്ടേണ്ടത്. അപ്പൊ എല്ലാവരും ചിരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും റീടേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ ടേക്കിന് ചിലപ്പോൾ അത്ര ചിരി വരണമെന്ന് ഉണ്ടാവില്ല. റിപ്പീറ്റേഷൻ ആണല്ലോ. അപ്പോ നമ്മളൊന്നും അങ്ങനെ എന്താ പറയാ
കംഫർട്ടാണ് ആ കാര്യത്തിൽ. അമ്പിളിച്ചേട്ടനാണ് കൂടുതലായിട്ടും അങ്ങനെ തോന്നിയത് എനിക്ക്, അങ്ങനെ ഇടുന്ന കാര്യത്തിൽ. ബാക്കിയുള്ളതെല്ലാം ഒരുവിധം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുക. പിന്നെ ഇന്നസെന്റ് ഏട്ടനായിട്ടുള്ള സംഭവം, ഇന്നസെന്റ് ഏട്ടൻ ഞാനും കൂടി ഒരു സീന് മറ്റേ എന്താണ് പവിത്രം എന്ന് പറഞ്ഞ സിനിമയിൽ കള്ളു കുടിക്കുന്ന സീൻ ഉണ്ട്. ഞാൻ കള്ളു കുടിക്കുന്ന സീൻ. അപ്പൊ അതില് ശരിക്കും സ്ക്രിപ്റ്റേ ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല. ചായക്കടയില് സ്ക്രിപ്റ്റ് ഇല്ല. അവിടെ പോയി ഇരിക്കുക, പരിപാടി പറയാം, അത്രേ ഉള്ളൂ. ഈ ചന്ദ്രത്തിനെ വളർത്താൻ അതൊക്കെ അവിടെ വെച്ചിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും അത് പെട്ടെന്ന് പോയിട്ട് എടുത്ത് പെട്ടെന്ന് വന്ന സാധനമാണിത്. അല്ല, അപ്പൊ കരയാനൊക്കെ അത് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നോ? ഒരു പോയിന്റ് കഴിഞ്ഞാൽ കരയണം എന്നൊക്കെ കുറ്റബോധം കൊണ്ട് അതില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. അടിപൊളി. അതൊരു ആ സമയത്തുണ്ടായ ഒരു പരിപാടിയാണത്. മൊത്തത്തിൽ ഡയലോഗുകളൊക്കെ തന്നെ ഇന്നസെന്റ് ഏട്ടൻ പറയുന്നതും അതിനുള്ള എനിക്കിപ്പോ പോണം എനിക്കിപ്പോ പോണം എന്നൊക്കെ പറയുന്നില്ല. അല്ല, ഞാനിപ്പോ എന്താ അടച്ചെന്ന് പറയാ. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ? കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. കാരണം പിന്നെ ഇന്നസെന്റ് ഏട്ടൻ ഉള്ളതുകൊണ്ട് ഹാൻഡിൽ ചെയ്ത് പോയിക്കോളും നമുക്ക് അറിയാം. അന്ന് എത്ര വയസ്സുണ്ടപ്പോ? 18 അല്ലല്ല, മണിച്ചിത്രത്താഴ് കഴിഞ്ഞിട്ടാ. അപ്പൊ 21 ആ സമയത്താ. 21 ആയിരിക്കും, ആ സമയത്തായിരിക്കും മണിച്ചിത്രത്താഴ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നതിന് ഇങ്ങനെ കൗണ്ടർ അടിക്കണമെന്നൊക്കെ അപ്പൊ തോന്നി ചെയ്യുന്നതാ? അങ്ങനെ ഒരുപാട് കൗണ്ടർ ഞാൻ അടിച്ചിട്ടില്ല. കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ പോണം ഇപ്പൊ പോണം എന്നൊക്കെ പറയുന്ന കാര്യം, അമ്മയെ കാണണം എന്ന് പറയുന്നത്, അത്രയും പരിപാടികളൊക്കെ അല്ലേ ഉള്ളൂ. അത് എന്താണെങ്കിലും പിന്നെ സ്ക്രിപ്റ്റായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നില്ല, സീനായിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെ വെച്ചിട്ടുള്ള ഇപ്പൊ ഇന്നസെന്റ് പറഞ്ഞതെന്നാണോ ആര് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവിടെ നിന്നാണ് ഇത് ഡെവലപ്പ് ആയത്. ഈ ടി വി ടെലികാസ്റ്റുകളിലെ ഏറ്റവും അധികം ഓടിയിട്ടുള്ള ഒരു കോമഡി സീൻസ് മാത്രമായിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. അതിൽ ഏറ്റവും അധികം ഓടിയിട്ടുള്ള ഒരു സീനാണിത്. കംപ്ലീറ്റ്ലി അൺസ്ക്രിപ്റ്റഡ് ആയിരുന്നു അല്ലേ? സിറ്റുവേഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. കാസർഗോഡിനെ പറ്റിയിട്ടേ ഗോവിന്ദ് ഭായ്, നമുക്കറിയാവുന്ന കാര്യം, ഇപ്പൊ നമ്മള് ക്രൈം ഏരിയ വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, അവിടെ ഫാഷൻ വളരെ അപ്ഡേറ്റഡ് ആണ്. കാസർഗോഡാണ് കേരളത്തിൽ ആദ്യം അപ്ഡേറ്റ് ആവുന്നത്, പിന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളത്. ഇപ്പൊ അവിടെ 7 ഭാഷകൾ സംസാരിക്കും. ഹിന്ദി, തുളു, മലയാളം, അങ്ങനെ പല കൊങ്ങിണി, അങ്ങനെ കുറെ ഭാഷകൾ, കൊങ്ങിണി ഓഫ് കോഴ്സ് ഒക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതല്ലാതെ കാസർഗോഡിന് ഗോവിന്ദ് ഭായ്ക്ക് പറയാനുള്ള ഒരു 3 നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ ഫുഡ്. എന്താ അവിടുത്തെ പ്രത്യേകത? ഹെർബൽ ചിക്കൻ ഉണ്ട് അവിടെ. എന്താ ഹെർബൽ ചിക്കൻ? എന്നുവെച്ചാൽ വെജിറ്റേറിയനാ? അത് കോഴിയാണോ വെജിറ്റേറിയൻ? കോഴി വെജിറ്റേറിയനാ. എനിക്ക് മനസ്സിലായില്ല. കോഴി പൂർണ്ണമായിട്ട് അതില് ചില മരുന്നുകളും ചേരുവകളൊക്കെ പുരട്ടി അതൊരു മറ്റെന്താ പറയാ, നമ്മള് അടുപ്പത്ത് വെച്ച് വിറകിലാന്ന് തോന്നുന്നു. വിറകില് അത് കുറെ നേരം വെച്ചിട്ട് നല്ല നമുക്കിത് എടുക്കുമ്പോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അതായത് ചിക്കനിൽ ഈ ആയുർവേദ മസാലകൾ, അയമോദകം, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അതൊരു ഇലയെ പൊതിയും. എന്നിട്ട് അതിന്റെ മുകളിൽ ഫോയിൽ പേപ്പർ പൊതിയും. എന്നിട്ട് അതിന്റെ മുകളിൽ ക്ലേ പൊതിയും. എന്നിട്ട് അത് പിന്നെ ചൂടാക്കും. ചൂടാക്കി കഴിഞ്ഞാൽ ഇതൊരു 8 മണിക്കൂറോളം ഇതിന്റെ അകത്തുള്ള സ്റ്റീം, അതായത് ഈ ചിക്കന്റെ അകത്ത് പൊളിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ ഈ സാധനം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 8 മണിക്കൂറോളം ഇതിന്റെ അകത്തുള്ള ചിക്കൻ ചൂടോടെ ഉണ്ടാവും. ഗൾഫിലേക്കൊക്കെ പാർസൽ കൊണ്ടുപോകുന്നതാണ് അവിടെ ഒരു സമയത്തൊക്കെ. അതായത് നമ്മളൊരു ആയുർവേദ കടയിൽ ഇരുന്നിട്ട് മസാല ഇല്ലാത്ത ചിക്കൻ കഴിക്കുന്ന ഒരു ഫീല്. സ്ഥിരം നിനക്ക് രാത്രി മറ്റേ ഹെർബൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. ഒരു ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ കഴിച്ചാൽ. പിന്നെ എന്തൊക്കെയാ? പള്ളിക്കറി. ആദ്യം അവിടെയാണ് ഉത്ഭവിച്ചത് പള്ളിക്കറി. ഫുഡിന്റെ കാര്യം പറഞ്ഞ വേണ്ട, സ്റ്റാൻഡേർഡ് ആയവന്റെ ഭാഷ. പിന്നെ മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് താങ്കൾ നിരീക്ഷിച്ചത്? അവിടുത്തെ എല്ലാരും ഭയങ്കര സ്നേഹമാണ്. എന്തൊക്കെയാണ് അബു സലീം അവിടുത്തെ ബാക്കി പ്രത്യേകതകൾ പറയൂ? കാസർഗോഡ് അവിടെ കുറെ ഉണ്ട്, 1-2 ഫുഡിന്റെ കാര്യം പറ. അതർ ദാൻ ഹെർബൽ ചിക്കൻ അല്ല, ബാക്കി ഹെർബൽ ചിക്കനും പള്ളിക്കറിലാണ്ട് ബാക്കി കാര്യങ്ങൾ ഈ പറയും. കൊറേ ഉണ്ട്. കൽത്തപ്പം, കടുമ്പ്, നീർദോശ. കടുമ്പ് എന്ന് പറഞ്ഞാ അല്ല, അരിക്കിന്റെ അകത്താണോ അത്? അതല്ല അതിൽ തന്നെ അത് ഇല്ലാത്ത സാധനമാണ് കടുമ്പ്, മനസ്സിലായ? കരിക്കിന്റെ മറ്റേ അത് ഇടൂലേ? കടുമ്പ് എന്ന് പറഞ്ഞ ഒരു ഫുഡ്. കൽത്തപ്പം അറിയോ? കൽത്തപ്പം ഇവിടെ ഉണ്ടല്ലോ. അല്ല, അവിടുത്തെ വേറെ തന്നെ. കാസർഗോഡ് കൽത്തപ്പം ഒരു വേറെ ടൈപ്പാ. അതല്ലാതെ നീർദോശ അവിടെ ഉണ്ട് ഉണ്ടല്ലേ? നീർദോശ മാംഗ്ലൂർ ഫുഡാ. ഇവിടെ കർണാടക ഫുഡാ. കോരി റൊട്ടി അറിയോ? ഇല്ല, അതെന്താ സംഭവം? അതൊരു ഭയങ്കര മിടുക്കായിട്ടുള്ള ഒരു
ചപ്പാത്തി പോലെ ഭയങ്കര ബലമുള്ളത് ബലമുള്ളത്. അതിങ്ങനെ പൊടിച്ചിട്ട് പൊടിച്ചിട്ട് അതില് കോഴിക്കറി വെച്ചിട്ട് പൊടിച്ച് കഴിക്കും. ഓക്കെ ഓക്കെ. എന്താണ് പേര്? കോരി റൊട്ടി എന്ന് പറയും. കോരി റൊട്ടി. കോരി മറ്റേ പൊളിച്ച കിട്ടാത്തത്രയും. ഓ സുധാകരൻ മരിച്ചിട്ടില്ല. പിന്നെന്തൊക്കെയാണ്? പിന്നെ കൊറേ ഉണ്ട്. ഒരെണ്ണം പറയടാ, നല്ല രസമുണ്ട്. 3 പറഞ്ഞിപ്പോ. ബണ്ണു സാമ്പാറുണ്ട്. ബണ്ണു സാമ്പാർ. ബണ്ണും സാമ്പാറും. ആ ചോദിച്ചു ബൺസ് ബൺസ് നമ്മുടെ ബണ്ണ്. ബണ്ണല്ല, ഇത് പഴത്തില് തന്നെയാ, ചെറുപഴല്ലേ, ചെറുപഴം. അതും ഗോതമ്പ് മൈദ അങ്ങനെല്ലാം മിക്സ് ആയിട്ട് സാമ്പാർ കൂട്ടി കഴിക്കണം. സാമ്പാർ കൂട്ടി കഴിക്കും, സാമ്പാർ കൂട്ടി കഴിക്കും, ചട്നി കൂട്ടി വെറുതെ കഴിക്കും, ഓ ചായക്ക് മുക്കി കഴിക്കും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ കാസർഗോഡ് ഭാഷ, അവിടുത്തെ ഈ പറഞ്ഞ ക്രൈം വേൾഡ്, പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ ആളുകളെ കാണുന്നു. അല്ലെങ്കിൽ റോണി ചേട്ടൻ കാസർഗോഡ് സ്ലാങ് പറയുന്നു, സുധീഷൻ കാസർഗോഡ് സ്ലാങ്ങിൽ പറയുന്നു. കബീർ സിംഗ് ഭയങ്കര വ്യത്യസ്തമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അതായത് സ്ഥിരം വെട്ടൊന്ന് മുറിരണ്ട് ചോരക്കളി, ഇതിനപ്പുറത്തും അദ്ദേഹത്തിന് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നാണ് നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഡെഫിനറ്റ്ലി അതൊക്കെ റിഫ്ലക്റ്റ് ആവട്ടെ, സീരീസ് വർക്ക് ആവട്ടെ. ഇപ്പൊ മലയാളത്തിന്റെ സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നല്ലൊരു സ്റ്റാൻഡേർഡാണ് കൊടുത്തിട്ടുള്ളത്. റോസ്ലിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു പാരമ്പര്യം C5 കാസർഗോഡ് എംബസിയും പുലർത്തട്ടെ. 5 പേരുടെ നേരത്തെ ഒരു വേർഡ്. നമസ്കാരം. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.